തിരൂരങ്ങാടി 1921 മലബാർ കലാപത്തിന് സാക്ഷ്യം വഹിച്ച ചരിത്രപ്രസിദ്ധമായ മണ്ണാണ് തിരൂരങ്ങാടി. ഏറനാടിന്റെ ഈറ്റില്ലം എന്നറിയപ്പെടുന്ന തിരൂരങ്ങാടിക്ക് കേരള ചരിത്രത്തിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്. ആലി മുസ്ലിയാരുടെയും മമ്പുറം തങ്ങളുടെയും നേതൃത്വത്തിൽ നടന്ന ഖിലാഫത്ത് പ്രസ്ഥാനത്തിന്റെയും മാപ്പിള ലഹളയുടെയും പ്രധാന കേന്ദ്രം ഇവിടെയായിരുന്നു. സ്വാതന്ത്ര്യ സമരകാലത്ത് ബ്രിട്ടീഷുകാർ ആവിഷ്കരിച്ച ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കുതന്ത്രത്തെ ജാതി മതഭേദമന്യേ പോരാടി ജയിച്ച ധീരദേശാഭിമാനികളുടെ നാടുകൂടിയാണ് തിരൂരങ്ങാടി. മനുഷ്യത്വവും മതസൗഹാർദ്ദവും കൈകോർത്തു പിടിച്ചു നടന്ന ചരിത്രമണ്ണ്, അതിരില്ലാത്ത സൽക്കാരങ്ങളുടെ പൂരിഷയേറിയ നാട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ചരിത്രത്താളുകളിൽ ഇടം പിടിക്കത്തക്കവണ്ണം സംഭവ ബഹുലമായിരുന്നു ഈ നാടിൻ്റെ ഭൂതകാലം. സ്വാതന്ത്ര്യ സമര കലാപങ്ങളുടെയും ജാതിമത സൗഹാർദ്ദങ്ങളുടെയും പെരുമ കൊണ്ട് ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വെക്കപ്പെട്ട നാടാണിത്. ഇത് കടലുണ്ടിപ്പുഴ. നിറഞ്ഞൊഴുകുന്ന ഈ പുഴയുടെ തീരത്താണ് ചരിത്രപ്രസിദ്ധമായ മമ്പുറം മക്കാം സ്ഥിതി ചെയ്യുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലങ്ങളിൽ യമനിലെ ഹളർമൗത്തിൽ നിന്നും പാലായനം ചെയ്ത് സയ്യിദ് അലവി തങ്ങൾ എത്തിച്ചേർന്നത് ഈ മമ്പുറത്തിൻ്റെ മണ്ണിലാണ്. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിൽ തൻ്റെ അവിഭാജ്യമായ സാന്നിധ്യം അറിയിച്ച മമ്പുറം തങ്ങൾ മതസൗഹാർദ്ദത്തിന് ശക്തമായ ഊന്നൽ നൽകിയിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ്. ജാതി മതഭേദമന്യേ ഏവരും ബഹുമാനിച്ചിരുന്ന മമ്പുറം തങ്ങളുടെ ഓർമ്മക്കായാണ് മമ്പുറം മക്കാം സ്ഥിതി ചെയ്യുന്നത്. മമ്പുറം സയ്യിദ് കുത്തുബലി സയ്യിദ് അലവി തങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ, അദ്ദേഹം ഏകദേശം ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് യമനിലെ ഒരു കൊച്ചു ഗ്രാമമായ തെരീം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നാണ് അദ്ദേഹം അവിടെ ഇരുന്നു കൊണ്ട് തന്നെ ഈ മമ്പുറം എന്ന ഈ കൊച്ചു ഗ്രാമത്തെ കാണുകയും അന്ന് ഇവിടുത്തെ അവസ്ഥ എടുത്താൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ വളരെ പട്ടിണിയും പരിഭാവങ്ങളുമായിട്ട് ഇവിടുത്തെ ജനങ്ങൾ ആ കാലഘട്ടത്തിൽ മണൽ കൊണ്ട് ചൂടിക്കയറുണ്ടാക്കാൻ വരെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് മമ്പുറം തങ്ങൾ യമനിലിരുന്ന് ഈ മമ്പുറം എന്ന പ്രദേശം കണ്ടെത്തുന്നത്. അതുപോലെ തന്നെ ഹിന്ദു സമുദായത്തിൽ പരസ്പരം പോരടിച്ചുകൊണ്ട് ജാതീയത, താഴ്ത്തപ്പെട്ട ജാതികൾക്ക് അമ്പലപ്രവേശനം പോലും നിഷേധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് യമനിൽ നിന്ന് തെരീം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് മമ്പുറം തങ്ങൾ സയ്യിദ് കുത്തുബലി ഈ മമ്പുറം മണ്ണിലേക്ക് വരുന്നത്. അദ്ദേഹം ഇവിടെ വരികയും ജാതി മതഭേദമന്യേ എല്ലാ ആളുകളുമായി നിരന്തരം സമ്പർക്കം പുലർത്തുകയും ഈ മമ്പുറവും പരിസര പ്രദേശങ്ങളും തിരൂരങ്ങാടിയും എല്ലാ ഭാഗങ്ങൾക്കും ഒരുപാട് ജീവിത മാതൃക കാണിച്ച്, അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ മാതൃക കാണിച്ചത് മതേതരത്തിനും മതസൗഹാർദ്ദത്തിനുമാണ്. ഹിന്ദു സമുദായത്തിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്ക് അമ്പലപ്രവേശനം പോലും നിഷേധിക്കപ്പെട്ട സമയത്ത് അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ തൊട്ടടുത്ത കളിയാട്ടമുക്ക് എന്ന സ്ഥലത്ത് ഒരു അമ്പലം അവർക്ക് അദ്ദേഹം പണിയിച്ചു വരെ കൊടുക്കാൻ ചെയ്തു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരിൽ ഏറ്റവും കൂടുതൽ പടപൊരുതി മുസ്ലിം ജാതി മതവേദന ആളുകളോട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരിൽ സമരം ചെയ്യാൻ മുന്നിട്ടിറങ്ങിയ ഒരു ധീര ദേശാഭിമാനി കൂടിയായിരുന്നു ഈ മമ്പുറം തങ്ങൾ. അദ്ദേഹം അതുപോലെ തന്നെ ചേറൂർ പട എന്ന ഒരു യുദ്ധം നടന്നു, അതിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ അനവധി ഈ മമ്പുറം തങ്ങളുടെ ചരിത്രം പറയുകയാണെങ്കിൽ മമ്പുറം തിരൂരങ്ങാടിയും പരിസര പ്രദേശങ്ങളും, ഇപ്പോൾ ഈ മമ്പുറം തങ്ങളുടെ മക്ബറ ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജാതി മത ഭേദമെന്നെ എല്ലാ വിശ്വാസികളും വരുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ദക്ഷിണേന്ത്യയിൽ തന്നെ. അത് അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയും അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇവിടെ ജാതി മതഭേദമെന്നെ അനവധി ആളുകൾ വരുന്നതും പോകുന്നതും അവർക്കതിന് പ്രതിഫലം കിട്ടുന്നതുമുണ്ട്. അങ്ങനെ അനവധി ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മണ്ണാണ് ഈ മമ്പുറം പ്രദേശവും തൊട്ടടുത്ത് കാണുന്ന ആസാനഗർ, തിരൂരങ്ങാടി, അതുപോലെ ചമ്മാട് അനവധി മഹാന്മാരുടെ പാദസ്പർശമേറ്റ മലബാറിലെ ഹോങ്കോങ് എന്നറിയപ്പെടുന്ന പട്ടണമാണ് ചെമ്മാട്. ഒരുപാട് സ്വാതന്ത്ര്യ സമരമുഖങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഭൂമി കൂടിയാണിത്. ഇവിടെ സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ആശുപത്രിയും അതിൻ്റെ ചുറ്റും കൂടിക്കിടക്കുന്ന ഇന്നത്തെ താലൂക്ക് ഓഫീസായ പഴയ ഹജൂർ കച്ചേരിയും പരിസര പ്രദേശങ്ങളും ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെയും ഭരണാധികാരികളുടെയും പ്രധാന കേന്ദ്രങ്ങളായിരുന്നു.
സ്വാതന്ത്ര്യ സമരങ്ങൾക്ക് ഒരുപാട് സാക്ഷ്യം വഹിച്ച മണ്ണാണ് നമ്മുടെ തിരൂരങ്ങാടി. ഈ തിരൂരങ്ങാടിക്കും അതുപോലെ തന്നെ തിരൂരങ്ങാടിയുടെ പരിസര പ്രദേശങ്ങൾക്കൊക്കെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ വലിയൊരു ചരിത്രം തന്നെയുണ്ട്. അപ്പോൾ എൻ്റെ പ്രദേശം മൂന്നിയൂർ അംശം ദേശത്തിലെ പാറക്കടവ് എന്ന സ്ഥലമാണ്. ഞങ്ങൾ മൂന്നിയൂർ അംശം ദേശത്തിലെ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് മൂന്നിയൂർ ഒടുങ്ങാട്ടിച്ചിന ജുമാ മസ്ജിദും അതിൻ്റെ പരിസരവും. 1794 അങ്ങാടിപ്പുറത്ത് വെച്ച് സദേൺ ഡിവിഷൻ്റെ കമാൻഡറായിരുന്ന മേജർ വടേലിനെ വധിക്കാൻ അന്നത്തെ സ്വാതന്ത്ര്യ സമര പോരാളിയായിരുന്ന ചെമ്പൻ പോക്കർ മൂപ്പൻ ശ്രമിച്ചു. അദ്ദേഹത്തെ മേജർ വടേലിനെ വധിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ചെമ്പൻ പോക്കറെ അന്നത്തെ പട്ടാളം പിടികൂടുകയും എന്നിട്ട് പാലക്കാട് കോട്ടയിൽ അടക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ചു കാലം പാലക്കാട് കോട്ടയിൽ കഴിഞ്ഞ ചെമ്പൻ പോക്കർ മൂപ്പൻ സാഹസികമായി കോട്ടയിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് വയനാട്ടിലേക്ക് രക്ഷപ്പെട്ടു. അങ്ങനെ വയനാട്ടിൽ പഴശ്ശിയുടെ കൂടെ അന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിച്ചു. അതിനിടയിൽ വീണ്ടും ചെമ്പൻ പോക്കർ മൂപ്പരെ ബ്രിട്ടീഷുകാർ പിടികൂടുകയും അദ്ദേഹത്തെ പിടികൂടുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തെ പിടികൂടി കൊല്ലപ്പെടുത്തുകയും ചെയ്തു. എന്നിട്ട് വികൃതമാക്കിയ ആ ചെമ്പൻ പൂക്കറുടെ മൃതദേഹം അന്ന് പള്ളിക്കടുത്തുള്ള മമ്പുറം സൈതലവി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലമായിരുന്നത്. അദ്ദേഹത്തിൻ്റെ വാസസ്ഥലത്തിനടുത്തുള്ള പള്ളിക്ക് സമീപത്തുള്ള ഒരു മരത്തിൽ കെട്ടിത്തൂക്കി വികൃതമാക്കിയ ആ മൃതശരീരം. അത് അങ്ങനെ കെട്ടിത്തൂക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അന്നത്തെ മാപ്പിള പോരാളികൾക്ക് ഒരു താക്കീതായിക്കൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ അന്ന് കെട്ടിത്തൂക്കിയത്. അങ്ങനെ ആ കെട്ടിത്തൂക്കിയ മൃതദേഹം ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങളുടെ നിർദ്ദേശപ്രകാരം മൂന്നിയൂർ ആലിഞ്ചുവട്ടിലുള്ള ഒടുങ്ങാട്ടിച്ചിന ജുമാ മസ്ജിദിന്റെ ഖബർസ്ഥാനിൽ മറമാടപ്പെട്ടു. 1805 അദ്ദേഹത്തെ ഒടുങ്ങാട്ടിച്ചിന ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ മറ ചെയ്ത്. അങ്ങനെ നിരന്തരം വലിയ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ധീരമായ സ്മരണകൾ ഉറങ്ങുന്ന ഈ മണ്ണാണ് നമ്മുടെ തിരൂരങ്ങാടിയും പരിസരമൊക്കെ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒരു മറ്റൊരു ചരിത്ര സ്മാരകത്തിന് മുമ്പിലാണ്, ഹജൂർ കച്ചേരി. അതിന് തൊട്ടടുത്ത് തന്നെ 1921 കലാപത്തിൽ നമ്മുടെ മാപ്പിള പോരാളികളുടെ കല്ലേറുകൊണ്ട് വധിക്കപ്പെട്ട ASP ആയിരുന്ന ഒരാളുടെ മൃതശരീരമാണ് നമ്മൾ തൊട്ടടുത്തുള്ളത്. അങ്ങനെ ധാരാളം ചരിത്ര സ്മാരകങ്ങൾ നമ്മുടെ പ്രദേശത്തുണ്ട്. പക്ഷേ അതൊന്നും വേണ്ടത്ര സംരക്ഷിക്കുന്നില്ല എന്നത് ഒരു ദുഃഖകരമായ ഒരു സത്യം കൂടിയാണ്. ഇവിടെ ബ്രിട്ടീഷുകാരുടെ കല്ലറകൾ പലപ്പോഴും ഇവിടുത്തെ നിലവിലുള്ള അധികാരികൾ പോലും അറിയാതെ തന്നെ മറ്റു പല സ്വകാര്യ ഏജൻസികളും സ്വകാര്യമായി തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് മറ്റൊരു വസ്തുത കൂടിയാണ്.